സാധനം കിട്ടിയേ ഇതൊക്കെ കാണണേ കിട്ടിയേ നമ്മുടെ സെന്തിന് കവർ നടക്കുന്നു. ഇതിപ്പോ അവിടെ ഒരാള് ഇജെന്താ ചെയ്യണം സാറാ വെറുകുണ്ടാക്കിയ അതിന്റെ അടിയിൽ എന്താ പറയാ വേറെ കാര്യം പറയാൻ മറന്ന് നമ്മളെത്ര രൂപ ചൂണ്ടേ ചൂണ്ടൊക്കെ 5 റുപ്യ, നൂലിന് 20 റുപ്യ, 25 റുപ്യ. പിന്നെ വേറെ 5 റുപ്യ നൂല് വേറെ മേങ്ങി 30 റുപ്യ. പിന്നെ 30 റുപ്യക്ക് പഴം മേങ്ങി, പിന്നെ ഒരു കോയിലും മേങ്ങി. അങ്ങനെ ടോട്ടൽ 80 റുപ്യ ആയിട്ടാ. 150 റുപ്യ എന്നാണ് മീൻ മേങ്ങാനി. മീനെ പിടിച്ചാൻ പോയി, മീനെ കിട്ടിയില്ല, ചെലവ് 100. അപ്പൊ നമ്മള് 2 കടി കയറിട്ട് എവിടെയും ചൂണ്ടല്ല. ഞാൻ വല വീശാൻ പോയാലേ വല വീശാൻ വേണ്ടി വരും. ഏത് വല കാണുന്ന നെറ്റുണ്ടാ? ഞാൻ നെറ്റെടുത്തോണ്ട്. പക്ഷെ ഞങ്ങളെ മുമ്പ് 4 ആൾക്കാർ പിടിക്കാൻ പോയിക്കിട്ടാ. അവരുടെ എന്തായിരുന്നാവോ ആണ്ട് പോയാക്കട്ടെ. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയില് മീൻ കുടിക്കാൻ പോയിട്ട് ഒരറ്റ മീൻ കിട്ടിയിട്ടില്ല. ഈ വീഡിയോ അതേമാതിരി ആവൂല. ഇപ്പൊ ഫവാസ് കൂടെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് മീനിനെ കിട്ടണം തന്നെയാണ്, വാശിയാണ്. ഇറങ്ങി അപ്പൊ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന തോന്നിട്ടാ. ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ വാങ്ങിയത് വലുതായിരുന്നു, ചെറുത് ശരിയാണ്. ഇതെത്രയാണ്? 1 റുപ്യ ഉള്ളൂ ചൂണ്ടക്ക്. 10 എണ്ണക്ക് എന്തിനാണ് ചോയ്ക്ക് എത്ര അവിടെ? 79 റുപ്യായി. മീനെ പിടിച്ചാൻ പോയി 80 റുപ്യാ. 80 റുപ്യ ആയിട്ടാ. മീനിനെ പിടിക്കാൻ പോണ ചെലവ് 80 റുപ്യാണ്. മീനെ കിട്ടുവോ? ചെലവ് 80, മീനെ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റും. നമ്മള് തുടങ്ങിയിട്ടുള്ളല്ലേ. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതാക്കിയാണ് ഉണ്ടാക്കിയാണ്ട് കൊളത്തി കൂടെ. അല്ല ഇതും പറ്റൂടാ ഈ സാധനം. ഇതൊന്നും ഞാൻ ഒരു മാണികവും അതിലൂടെ കൊണ്ടുപോകും രാജ്യത്തെ നാച്ചുറല് പാടം. അപ്പൊ നമ്മളെ സ്ഥിരം സ്പോട്ട് കേട്ടാ. നാളെ ഞങ്ങള് പണ്ട് ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിന്ന്. അതില് ഒരാൾ കമന്റ് ഇട്ടിന്ന് എന്താണ് ആ തോട്ടിക്കാണ് ഞങ്ങള് പോണത്. പറയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് വെറൈറ്റി കിട്ടിയാലോ. അപ്പൊ മഴയൊക്കെ പെയ്ത് വെള്ളം കൂടിയല്ലേ. അന്ന് നമ്മള് വെള്ളം ഇല്ലാത്ത ടൈമിലാണ് പോണ്. വെള്ളമല്ല വെള്ളം നമുക്ക് കിട്ടില്ല ഗായ്സ്. അപ്പൊ ഈ വണ്ടിയൊക്കെ നമ്മളവിടെ ഉള്ളാട്ടാ. 3 വണ്ടി വന്നിക്കണ അപ്പൊ അവിടുന്ന്. നിങ്ങളോട് മുണ്ടാതെ വന്നാണ്. ഇപ്പൊ പോയോക്കട്ടെ. നമ്മള് പായൊക്കെ കൊണ്ടുപോയിക്കണേ. അവർക്ക് പായൊന്നും കൊടുക്കരുത് അല്ലേ. അവരമ്മള് മുണ്ടാതെ വന്നതാണ് ഒറ്റക്ക് പിടിച്ചാൻ വേണ്ടിട്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോണട്ടാ. കുറേ കണ്ട് നടക്കാണ്ട്. ഇന്നാളെ ഞങ്ങൾ പിടിച്ചത് അവിടുന്നാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ സ്പോട്ട് മാറ്റി അങ്ങോട്ടാക്കിയിരിക്കണേ. അപ്പൊ സെറ്റല്ല പോവല്ല. ഇങ്ങനെ സ്വഭാവം ഇവന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇടക്ക് മുട്ടാഞ്ചേരി ഉള്ളതാണ്. മുട്ടാഞ്ചേരി അപ്പൊ തന്നെ പിടിച്ചോ. പുൽച്ചാട്ടിനെ പിടിച്ചു തുടങ്ങിയിരിക്കണ്. അപ്പതാ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവട്ടാ. പഴൊക്കെ ഏകദേശം തീരുമാനമായി. എത്ര വാങ്ങിന്നടാ ജി? അതാ നിക്ക സൗണ്ട് ഉണ്ടാക്കണ്ടാ. നമ്മളവിടുന്ന് പോകുന്ന 4 ആൾക്കാരെ കിട്ടിയിരിക്കണ്. അവരവിടെ നിക്കണ്ട്. എങ്ക പോണാലും തരും. കൊള്ളി ഇതിന് കിട്ടൂല. അതല്ല അവരാണ്ട് പോയത്. നമ്മളെന്താ കറക്റ്റ് പോണോ. അതിൽ 1-2 ആൾക്കാർ മുട്ടാഞ്ചേരിയുള്ളവരാട്ടാ. അവരെത്ര ആൾക്കാരുണ്ട്? പഴം ഉണ്ടായിരുന്നടാ കഴിഞ്ഞ്. അതാ ഒരാള്. മറ്റൊന്നും കിട്ടിയില്ല.
ആഷിക ആഷിക അപ്പൊ അതാ അവിടെ ഒരാള് ഇജെന്താണ് ചെയ്യണ അൻസാറാ ഇജോ വെറുകുണ്ടാക്കുക ഇവിടെ ചൂണ്ടലുണ്ട് കേട്ടോ നമ്മളെ ഒന്നും കൂടില്ല അവിടെ നമ്മളെ റിയാസ് ഉണ്ട് റിയാസാ ഒരായി വരുമോ അപ്പൊ മുണ്ടാതെ എടുക്കല് മീൻ പോകല്ലേ റിയാസാ എവിടെ എന്ന് അവിടെ ഉണ്ടാ വെറുതെ പറയുന്നു ഇജെന്താ തിന്നാൻ വന്നതാ ഇവിടെ ആള് നോക്ക എത്ര ആൾക്കാർ പിന്നെ നമ്മളെന്തിനാ ചൂണ്ടൊക്കെ വാങ്ങിയത് അപ്പുറത്തെ ഉജ്ജ് പോയിട്ടിടാം ഇവിടെ എല്ലാ സ്ഥലത്തും ഇടാൻ പറ്റിയ സ്ഥലങ്ങളാട്ടോ അതവിടെ കുത്തുണ്ട് കാണിയല്ല ഇവിടെ പോയാ കേട്ടോ എന്തായേ കൊള്ളി ഉണ്ടാക്കിയാ സെറ്റായാ വെറുതെ ഉണ്ടാക്കാൻ വന്ന നിങ്ങളൊന്നും കുടിക്കണില്ല കൊള്ളി ഒപ്പിച്ചടക്കാ ഈ ആൾക്കാരൊക്കെ ഇടുന്നവരാണ് ആർക്കാണ് ഒരാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ ഫാസിലിന് കിട്ടിയിരിക്കുന്നു അല്ലല്ല വലിപ്പമുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് പള്ളിയിലുണ്ട് ഫസ്റ്റ് ആണേ കവററ്റൊക്കെ വന്നാട്ടോ നൂലെന്നാ മോളം കയറോ മടലെന്നാല് അപ്പൊ ഒന്ന് കിട്ടി ഇനി കിട്ടിട്ടാ അവിടെ സാധനം കിട്ടിയേ ഇതൊക്കെ കണ്ണന് എവിടുന്ന് കിട്ടി അയിന്നാ പിടിച്ച കണ്ടില്ല പിടിച്ചന്നെ സൂപ്പറായി അതാ ഇവിടെ ഒന്ന് കിട്ടിട്ടാ ഇവിടെ എനിക്ക് പേടിയാണ് ഞാൻ വീഡിയോ എടുത്തോളാം എന്താ ഇവിടെ പിന്നെയും കിട്ടി നമ്മളിന്ന് ഈ കവറ് ഫുള്ളാക്കുന്നാണ് വിചാരിച്ചിരിക്കണതാ ഇവിടെ കിട്ടി നമ്മളെ സൈനുദ്ദീന് കവറ് നടക്കുന്നു 1 2 3 4 5 6 7 8 അവിടെ കിട്ടിട്ട് അവിടെ എന്താ കിട്ടി എന്താടേ പൊരിക്കാട്ട ഫുള്ളുള്ളേ അപ്പൊ നമ്മള് വന്നിട്ട് ആകെ ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിന് എത്ര മീൻ കിട്ടി ഇതാ ഇവിടെ ഇനി പിടിക്കണ് അവിടെ ഒരാൾക്ക് കിട്ടിയിരിക്കണ് ഇപ്പം കൊറേ നേരം ആയിക്കണ നേരെ ഓർക്കൽ തുടങ്ങി ഇപ്പോഴൊന്നും ആയിട്ടില്ല അവിടെ വീണ്ടും കിട്ടിട്ടാ പൊരിക്കാണ് കൂടുതൽ ഈ സാധനത്തിന് ഇവിടെ പൊരിക്കുന്നട്ടോ പറയല് ചിലയിടത്ത് പല പല പേരുകളാണ് അല്ലേ വേറെ സാധനം ഇടറാ ഈ ഏരിയയില് ഇല്ലാനാവാനായി നിങ്ങൾ മുട്ട ഏതാണ് പ്രവാസ എന്താടാ അത് അവര് പിടിച്ചല്ലേ ചൂണ്ടൊക്കെ വാങ്ങിട്ട് ഒന്നും ആയില്ലേ നമ്മള് വന്നതിന് ശേഷം മീൻ കിട്ടിയാൽ അവർക്ക് കിട്ടിയിട്ട് അതും ശരിയാണ് ഒരു പല്ലേന് കൊച്ചു കുഴപ്പമില്ല അത് ഒരു കഥ ഇവിടെ ഇപ്പൊ കിട്ടിയ ആർക്കൊക്കെ വെച്ചാല് ബാബ കിട്ടി, റിയാസിന് ഇട്ടിക്കണ്, സൈനുദ്ദീൻ ഇട്ടിക്കണ്, അവിടെ ഒരാൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല.
കട്ടിങ് ഇല്ല. അപ്പൊ ഞങ്ങള് പോവാട്ടാ സഫാന, ഞങ്ങള് പോയി. ഞങ്ങളെ വള്ളം കുപ്പി ഇതൊക്കെ ഇട്ട് പോവാണ്. ഞങ്ങൾ നിങ്ങളായിട്ട് തെറ്റിയിരിക്കണേ. ഇവരെ മീനൊന്നും കൂടി കാണിച്ചു തരട്ടെ. ഇനിയിപ്പോ നമ്മള് വരുമ്പോ കണ്ടില്ലെങ്കിലോ. ഇതട്ടാ ഇതെന്താ ഇത് ചെറുതല്ല, കുറച്ചുണ്ട്, കുറച്ചവിടെ ഉണ്ട് ഇവന്റെ കവറില്. അപ്പൊ ഞങ്ങള് പോയിട്ടാ ഇത് വരണ്ടേ. വേറെ പരിപാടി ഉണ്ട്. ഞങ്ങൾ ഇനി അവിടുന്ന് പിടിച്ചാണ് കവറിലാക്കി ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ പവാസ. അപ്പൊ മന്ദന അവിടെ പിന്നൊരു കണ്ണനും കൂടി കിട്ടിട്ടാ അവിടുന്ന് കാണിക്കണ്ട്. വാവാ കിട്ടിയാ അവൻ പറഞ്ഞിരുന്നോ ഒരു തേങ്ങോട്ട് കിട്ടൂല. അവരപ്പം നിന്നാ മതിയായിരുന്നു. മീൻ പിടിച്ചിട്ടെങ്കിലും അവരപ്പം നിൽക്കണം. മീൻ പിടിച്ചിട്ടെങ്കിലും കാണാരുത്. ഇത് വെറുതെ പോവാണ്. 3 ആൾക്ക് മീൻ പിടിച്ചാൽ അറിയില്ല. അതാ ഇതിന്റെ ഹൈലൈറ്റ്. നമ്മൾ അവരടുത്തുനിന്ന് പോന്നിട്ടാ. അവരവിടെയാണ്. ഈ ഏരിയത്തെ കടകളൊക്കെ സൂപ്പറാട്ടാ. ഇതൊക്കെ ഒരു കട പഴയ ഒരു വിന്റേജ് ഫീൽ ചെയ്യും. എന്താരാണ് ഇവിടെ ഒരു മില്ലുണ്ട്. അവിടെ ഒരാൾ അർബാനിയിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കള്ള് ഷോപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ അടച്ചിക്കണില്ലേ? നമ്മളെന്നെ അങ്ങോട്ട് വന്നിട്ട് കുറയിക്കണം. നമ്മളിവിടെ വരും അങ്ങോട്ട് വരലില്ല. ഇവിടെ എന്തോന്നാ കള്ള് ഷോപ്പ് ഇതില്. അപ്പൊ ഈ സ്പോട്ട് അറിയാത്തവരോട് ഇതെവിടെയാ സ്പോട്ട്? എല്ലാം കുജിയാ അതോട്ടായിട്ട് എന്താ ഒരു അടിപൊളിയാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പത്തെ ആൾക്കാര് ബെന്നിനോട് ഇവിടെ വന്നിരിക്കായിരുന്നില്ല. ബെന്നൊക്കെ അതിരിക്കും. നമ്മളിപ്പോ എവിടെ എത്തി? ഇതിലൊന്നും വെട്ടണം കൂടില്ല. ഞാൻ അപ്പോഴും പറഞ്ഞാണ് അൻസാർ അവരുടെ അടുത്തുനിന്ന് പോരണ്ട. ഇപ്പൊ എന്താ ഉണ്ടായത്? അനക്ക് എന്താ കിട്ടിയേ അൻസാറാ? അൻസാർ ഇതിലെന്തോ മെസ്സേജിലാട്ടോ. അപ്പോഴും പറഞ്ഞതാണ്. ഇനിയിപ്പൊ അവരുടെ അടുത്തേക്ക് പോയേക്കണോ പാവാസ? പോയി. അവരെ വണ്ടി ഇവിടെ ഉണ്ടാവും. നമുക്ക് വണ്ടി ഉണ്ടാ? അവരുടെ അടുത്ത് പോയോക്കിയാലോ? സംഭവം അവർക്ക് കുറെ മീനിനെ കിട്ടിയിരിക്കുന്നു കേട്ടോ. നമ്മക്ക് ഒന്നാമത് ഇതിനെ പറ്റിയുള്ള ഐഡിയ ഇല്ല. ഈ പാവാസൊക്കെ പിന്നെ ഒന്നുള്ളത് ആ നായിയാണ്. ഓനക്ക് അത്ര ഐഡിയ. ഞാൻ ഇട്ടിട്ടു എനിക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. അപ്പൊ അതറിഞ്ഞോളി. ഇനിയിപ്പൊ അവരുടെ അടുത്ത് പോയേക്കണാ? അവിടെ ശ്രമിച്ചോ. അവന്റെ ഏറെ കോർത്തിക്കണ നോക്കണേ. എന്തൊക്കെ കോർക്കലാണ് ഇത് കോർത്ത്. ഇങ്ങനൊക്കെ കോർത്താൽ ഇത് കിട്ടുവോ? കാണുന്നേ അങ്ങനെയല്ല ശരിക്കും ഇത് കോർക്കണ്ടി. ഇവിടെ വെറുതെ പറപ്പിച്ചണ്ടേ. അത് വരണേ ഒരാള് വരണ്ട അവിടുന്ന്. എല്ലാരും പോവാനുള്ള പരിപാടി. ഇവരൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. പോന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് എന്നിട്ടും വരുന്നേ കണ്ടില്ല. നമ്മളെ നെരിയാ കിടക്കണേ. അതിന്റെ ഉള്ളിൽ കാട്ട്. അവരടുത്ത് പോയേക്കണേ. പോയേക്കാ ഞങ്ങൾ പോയി തരാം. എത്ര മീൻ കിട്ടിയോക്കട്ടെ. ഞങ്ങളേതായാലും അവരെ അടുത്ത് പോയേക്കട്ടെ. അവര് ഇതിന്റെ അപ്പുറത്ത് തന്നെ കേട്ടോ. പോയേക്കട്ടെ. ആശിക്കില്ല. അതാ ഞങ്ങള് 4 ആൾക്കാര് ഇട്ടിട്ട് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാരും പണ്ട് ഏതായാലും അവരെ അടുത്തേക്ക് പോയേക്കട്ടെ. അവര് കൊറേ കിട്ടിയിരിക്കണ. ഞങ്ങളെ ബാക്കിൽ ഒരുത്തം വരുന്നുണ്ട്. അവന്റെ വാക്കും കേട്ടാണ് ഞങ്ങള് വേറെ 2 തിരിഞ്ഞ 2 ചേരി ആയതാലേ. അത് വെറുതെ അവരപ്പം തന്നെ നിന്നാ മതിയായിരുന്നു.
അപ്പോൾ അവരുടെങ്കിലും കാണായിരുന്നു. സംഭവം ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ തന്നെ അവർക്ക് അത്യാവശ്യം കിട്ടിയും കിട്ടാം. പിന്നെ 2 കണ്ണന് കിട്ടിയില്ല, എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അവരവിടെ ഇടുന്നു കിട്ടാ. കൊലുട്ടായിന്ന് ഞങ്ങൾ വീണ്ടും അവരെടുത്തെത്തി ഗൈസ്. എങ്ങനെ ഇരുന്നടാ അയ്യേ എന്തന്നല്ലേ എന്താ ഇവിടെ പിന്നെ കിട്ടിയാ 4 കണ്ണനാ? ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അൻസാർ അവിടെ കോമ്പലം കോർക്കുന്നുണ്ട്. പിന്നെ കിട്ടിയാ? അൻസാർ അവിടെ കോമ്പലം കോർക്കുന്നുണ്ട്. ഇതെന്തായിന്നോ ഇവരെപ്പോഴും ബാക്കി 2 ആൾക്കാരവിടെ. ഒരാൾ അവിടെ ഉണ്ട്. നേരെ നമ്മള് ഇതിൽ പോയൊക്കെ അത്യാവശ്യം കിട്ടിയും. 2 കണ്ണനെ കിട്ടിയടാ. എന്താ എന്റെ ഒരു ബ്ലോഗ്. അപ്പൊ ഗായ്സ് ഞങ്ങള് പോവാട്ടാ. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അവർക്ക് നല്ല കിട്ടിയിട്ടാ. അങ്ങനെ അതാ പോയി അയക്കനെ. അപ്പൊ എന്താ പറയാനുള്ളത്, ഞങ്ങള് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഒന്നാമത് ഞങ്ങൾക്ക് മീൻ പിടിച്ചറിയില്ല. ഇപ്പൊ കിട്ടിയില്ല. പിന്നെ ഓരോരുത്തർ ഭാഗ്യം വരില്ല. ഇവര് 2 ആൾ കിട്ടി, ഒരു പരലും കൂടി കൊത്തിയിട്ടില്ല. അപ്പൊ എന്താ പറയാ, ഞങ്ങൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങൾ പോവാണ്. ശരി എന്നാ ബൈ. അതിന്റെ അടിയില് എന്താ പറയാ, വേറെ ഒരു കാര്യം പറയാൻ മറന്ന്. നമ്മളെത്ര രൂപയ്ക്ക് ചൂണ്ടങ്ങേ? ചൂണ്ടക്ക് 5 റുപ്യ, നൂലിന് 20 റുപ്യ, 25 റുപ്യായി. പിന്നെ വേറെ ഒരു 5 റുപ്യക്ക് നൂല് വേറെ മേങ്ങി 30 റുപ്യ. പിന്നെ 30 റുപ്യക്ക് പഴം മേങ്ങി, ഒരു മറ്റേ ഒരു വാട്ടർ ബോട്ടിൽ മേങ്ങി, പിന്നെ ഒരു കോയിലും മേങ്ങി. അങ്ങനെ ടോട്ടൽ 80 റുപ്യ ആയിട്ടാ. 150 മീൻ വാങ്ങാനി. മീനെ പിടിച്ചാൻ പോയി, മീനെ കിട്ടിയില്ല. ചെലവ് 100. ചെലവ് മാത്രമേ ഉള്ളൂ, വരവൊന്നും കിട്ടിയില്ല. ഒരു കഥ.